നമ്മളോടൊപ്പം ഇപ്പോൾ നീന കുറുപ്പ് ചേച്ചിയുണ്ട്. ചേച്ചിയെടുത്ത് ചോദിക്കാം IFFKയുടെ വിശേഷങ്ങളുമൊക്കെ. ചേച്ചി എങ്ങനെയുണ്ട്? ആദ്യ ദിവസം മുതൽ വരുന്നുണ്ട്, ഇന്നിപ്പോൾ 5ാമത്തെ ദിവസം. ഇല്ല, ഞങ്ങൾ ഇന്നലെ എത്തിയിട്ടുള്ളൂ. ഞാൻ ഇന്നലെ എത്തിയിട്ടുള്ളൂ. ഞങ്ങൾക്ക് ഇന്നലെ ഇവിടെ അമ്മയുടെ ഒരു ഡിന്നറൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഇന്നലെ വൈകുന്നേരം കഴിഞ്ഞു എത്തുമ്പോൾ, ഉച്ച കഴിഞ്ഞു ആക്ച്വലി എത്തുമ്പോൾ. ഇന്ന് മുതലാണ് IFFKൻ്റെ ഒരു മെയിൻ ഭാഗമായിട്ട് ഞങ്ങൾ മൂവീസ് കാണാൻ തുടങ്ങിയത്. അപ്പോൾ ഇന്നത്തേക്ക് ഇപ്പോൾ 2 കഴിഞ്ഞു. ഇനി കിടക്കുന്ന ദിവസങ്ങൾ പിന്നെ ഉണ്ടാവും. കുറച്ച് ലേറ്റ്, കുറച്ച് വർക്കൊക്കെ ഉള്ളതുകൊണ്ട് ഇന്നലെ വരാൻ പറ്റുള്ളൂ. എങ്ങനെയുണ്ട് കണ്ട മൂവീസ്? ഇപ്പോൾ കണ്ടല്ലോ. ഞാൻ ആദ്യം ഞങ്ങൾ പോയി കണ്ടത് രാജേഷ് മാധവൻ്റെ മൂവിയാണ് പെണ്ണും പൊറാട്ടും. ദാറ്റ് ഈസ് അമേസിങ്. നല്ല രസമുണ്ടായിരുന്നു. ഭയങ്കര എന്താ പറയുക, സോൾ ടച്ചിങ് ഒരു മൂവിയായിരുന്നു. ആൻഡ് മനുഷ്യരുടെ ഒരു, നമ്മളെപ്പോഴും മനുഷ്യർ നമ്മുടെ ഒരു പെർസ്പെക്റ്റീവിലാണ് ലോകം കാണുന്നത്. അതല്ല, ഞാൻ പലപ്പോഴും ഞാൻ ആർഗ്യൂ ചെയ്യുന്നൊരു പോയിൻ്റാണ് ലൈഫിൽ എൻ്റെ ഫ്രണ്ട്സുമായിട്ട്, സ്പെഷ്യലി ബിക്കോസ് ഐ എം ആൻ ആനിമൽ ലവർ. ആനിമൽ ലവേഴ്സ് അല്ലാത്ത ആൾക്കാരോട് എപ്പോഴും ഞാൻ ആർഗ്യൂ ചെയ്യുന്നൊരു പോയിൻ്റാണ്. സി, യു ഷുഡ് തിങ്ക് ഫ്രം ദിയർ പോയിന്റ് ഓഫ് വ്യൂ. We think the world is ours, but the world does not belong to us only. The world belongs to everything that we see around. Okay, trees ആണെങ്കിൽ it belongs to the trees, it belongs to the mountains, it belongs to the seas, it belongs to animals, birds, everything. പക്ഷേ അത് മനസ്സിലാക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. അപ്പം അതിനൊരു എന്താ പറയുക, ഒരു തിരിച്ചറിവ് മനുഷ്യർക്ക് ആ പടം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കും other animals, I mean other living beings also have a perspective, and our perspective we are the worst villains in the world actually. നമ്മൾ അതിപ്പം, if the trees could talk, I'm sure they would tell us, okay, മനുഷ്യനാണ് ഞങ്ങളെ നശിപ്പിക്കുന്നത് എല്ലാം പറയുക. എല്ലാ സാധനം, എല്ലാ പ്രകൃതിയിലെ എല്ലാവരും പറയും മനുഷ്യരാണ് ഏറ്റവും മോശം. അപ്പോൾ അതിൻ്റെ ഒരു ആ ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ ചിന്തിപ്പിക്കുന്ന ഒരു മൂവിയായിരുന്നു അത്. ആൻഡ് ദാറ്റ് വാസ് വെരി ഗുഡ്. പിന്നെ ഞാൻ കണ്ട ഒരു റുമാനിയൻ മൂവിയാണ് തോന്നുന്നു, കോണ്ടിനെൻ്റൽ എന്ന് പറഞ്ഞിട്ട്. ആൻഡ് അത് ഒരു വ്യക്തിയുടെ ഒരു കുറ്റബോധത്തിൻ്റെ ഒരു, വി ഓൾ ഗോ ത്രൂ ലൈഫ്. അങ്ങനത്തെ നമ്മൾക്ക് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് വർഷങ്ങളോളം ചിലപ്പോൾ നമ്മളത് ബോധർ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരു സെൽഫ് റിയലൈസേഷൻ, അല്ലെങ്കിൽ ഒരു ഗിൽറ്റ് ഫീലിങ്ങിൻ്റെ ഒരു മൂവിയായിരുന്നു. അതിൽ ഒരുപാട് നല്ല നല്ല മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ഐ എൻജോയ്ഡ് ഇറ്റ്. ചിലതൊന്നും നമുക്ക് അത്രയ്ക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് എ കൾച്ചർ ഇസ് ഡിഫറെൻറ്റ്. പക്ഷേ എന്നാലും അതിൻ്റെ ഒരു മേജർ പാർട്ട് ഐ കുഡ് അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഐ കുഡ് റിലേറ്റ്. ഇറ്റ് വാസ് റിയലി നൈസ്. ഒരു സിനിമ എന്ന് പറയുന്ന ഒരു തട്ടകം തുടങ്ങിയപ്പോൾ മുതലുള്ള ഒരു ആക്ട്രസ് ആണ് ചേച്ചി എന്ന് പറയുന്നത്. അങ്ങനെയല്ല, ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. ഞാൻ പറയുന്ന ആ കാലഘട്ടം മുതൽ നമ്മൾ കണ്ടുവരുന്നതാണ് നീന ചേച്ചി. ഇപ്പോഴും വളരെ യങ് ആയിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ചേച്ചിക്ക് അറിയാൻ പറ്റും ആ ഒരു ഡിഫറൻസ്, നമുക്ക് സിനിമയിൽ വന്ന ഡിഫറൻസ്. അപ്പോൾ ഈ ഒരു IFFKയിൽ തന്നെ ചേച്ചിക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് ആ ഒരു സിനിമയിൽ ഉണ്ടായിട്ടുള്ള ഡിഫറൻസസ്. ആൻഡ് ഇപ്പോഴത്തെ ഫിലിം കാണുമ്പോൾ എങ്ങനെയാണ് ഗസ്റ്റുകളുടെ വ്യത്യാസം ഭയങ്കരമാണ്. ചില അന്നൊക്കെ വരുന്നത് സത്യം പറഞ്ഞാൽ ഈ സിനിമയുമായിട്ട് ഡയറക്റ്റ് ബന്ധപ്പെട്ട ആൾക്കാരെയായിരുന്നു കൂടുതൽ കാണുന്നത്. കുറച്ച് പേരുണ്ടാവും സിനിമ പാഷനായിട്ട്, അല്ലെങ്കിൽ പ്രേമികളുണ്ടാവും. പക്ഷേ ഇന്ന് ഒരുപാട് സ്റ്റുഡൻസിനെ, യങ് ക്രൗഡിനെ ഒരുപാട് പേരെ കാണുന്നുണ്ട്. സോ ദാറ്റ് മീൻസ് സിനിമ അത്രയ്ക്കും അവരുമായിട്ട് അവരുമായിട്ട്, ഐ മീൻ സിനിമ ഈസ് എല്ലാവരുടെയും വേൾഡിൻ്റെ ഒരു ഭാഗമാണ് സിനിമ എന്ന് നമുക്ക് മനസ്സിലാക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ 4 വർഷത്തിന് ശേഷമാണ് IFFKക്ക് വരുന്നത്. ഐ തിങ്ക് ഓൾമോസ്റ്റ് 6 years ആയി. അപ്പോൾ അന്നുണ്ടായതിനേക്കാൾ കൂടുതൽ യങ്സ്റ്റേഴ്സാണ് ഇന്ന് കാണുന്നത്. ഇന്നും ഓഫ് കോഴ്സ് നമ്മൾ കണ്ട് പരിചയിച്ച കുറേ മുഖങ്ങൾ ഇന്നും ഉണ്ട്. പക്ഷെ അത് കൂടാതെ യങ്സ്റ്റേഴ്സിൻ്റെ ഒരു ക്രൗഡ്, ഓ മൈ ഗോഡ്. മൂവിക്ക് പോകുമ്പോഴും അവിടെ നിന്നും അത് തന്നെയാണ്. ഒരുപാട് ഓൾ ഇങ്ങനെ ക്യൂ ആയിട്ട്, അന്നൊക്കെ ക്യൂ ഉണ്ടാവും പക്ഷേ ചെറിയ ചെറിയ ക്യൂസ് ആയിരുന്നു. ഇന്നങ്ങനെ ക്യൂസ് ഇങ്ങനെ ലോങ് ആയിട്ട് കിടക്കുവാണ് ആൾക്കാർ വന്നിട്ട്, പുതിയ ആൾക്കാർ, പുതിയ. അപ്പം അതൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് ഹൗ മച്ച് ദേ ഹവ് ടേക്കൺ സിനിമ ഇൻ ടു ദിയർ ഹാർട്ട്സ്, ഹൗ ക്ലോസ്, നോട്ട് ഓൺലി ഇന്ത്യൻ ഫിലിംസ്, നോട്ട് ഓൺലി കേരള ഫിലിംസ്, ഐ തിങ്ക് ഇൻ്റർനാഷണൽ ഫിലിംസിന് വരെ അവർ എത്രമാത്രം അവർ എൻജോയ് ചെയ്യുന്നു, അവർ കാണാൻ ആഗ്രഹിക്കുന്നു വാട്ട്സ് ഹാപ്പനിങ് അറൗണ്ട് ദ വേൾഡ്. സിനിമ പോർട്രേ ചെയ്യുന്നത് ഓരോ കൾച്ചർ, ഓരോ ലാൻഡിൻ്റെ കൾച്ചറും കൂടിയാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ആ മൂവി കണ്ടപ്പം കുറച്ച് നമുക്ക് അത്രയ്ക്ക് വ്യത്യാസം നമുക്ക് കുറച്ച് ഫീൽ ചെയ്യും അതിലുണ്ടായിരുന്ന ചില കാര്യങ്ങളൊക്കെ. ബിക്കോസ് വി ഡോണ്ട് റിയലി അണ്ടർസ്റ്റാൻഡ് ഇറ്റ്, ബിക്കോസ് വി ഡോണ്ട്, നമ്മുടെ കൾച്ചർ ഡിഫറെൻ്റ് ആണ്. പക്ഷേ ഇവിടെ ആ കൾച്ചർ മനസ്സിലാക്കാൻ, പിന്നെ ഇപ്പോഴത്തെ കുട്ടികളും ദേ ആർ ഓൾസോ ട്രാവലിംഗ് ഓൾ അറൗണ്ട് ദ വേൾഡ്. അവർ പഠിത്തത്തിനാണെങ്കിലും ജോലിക്കാണെങ്കിലും ഒക്കെ. സോ ദേ ആർ ഓൾസോ മോർ കണക്റ്റഡ് ടു ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്. പക്ഷേ ഇവിടെ വന്നിട്ട് അത് ആസ്വദിക്കണമെങ്കിൽ ബിക്കോസ് ദേ റിയലി വോണ്ട് ടു നോ മോർ.
ഓക്കെ. അവർക്ക് അവരുടെ കയ്യിലുള്ള ഇപ്പോൾ ഇൻ്റർനെറ്റ് കൂടെ അറിയാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ഒരു ലൈവായിട്ട് അത് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ് അവർ ഈ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ IFFKയിൽ വന്നിട്ട് ഡിഫറെൻറ്റ് മൂവീസ്, ഡിഫറെൻറ്റ് ലാംഗ്വേജ്, ഡിഫറെൻറ്റ് കൾച്ചറൽ മൂവീസ് കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. സോ ദാറ്റ് ഇസ് അതൊരു വലിയൊരു കാര്യം. ഐ തിങ്ക് IFFK is going to keep rocking as always. അതിങ്ങനെ അത് വളർന്നുകൊണ്ടിരിക്കുന്നത്, വളർന്ന് പന്തലിച്ച് ഇനി അങ്ങോട്ടേക്കാണ് പോകുന്നത്, അങ്ങനെ വളർന്ന് പന്തലിക്കുന്നുണ്ട്. ദാറ്റ് ഇസ് റിയലി. ചേച്ചി പുതിയ പ്രോജക്ട്സ് എന്തെങ്കിലും? ഉണ്ട്. ലൈക്ക് ഈ വരാനുള്ള ഒന്ന് രണ്ട് ധ്യാൻ്റെ മൂവീസ് വരാനുണ്ട്. പിന്നെ വേറെ കുറേ മൂവീസ് ഉണ്ട്. പിന്നെ ഡേറ്റ് ഒന്നും അറിയില്ല നമുക്ക്. ചെയ്ത് വെച്ചിരിക്കുന്ന മൂവീസ് ഉണ്ട്, ചെയ്യാനുള്ള മൂവീസ് ഉണ്ട്. ചെയ്യാനുള്ള മൂവീസ് ഞാനിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, അത് ചെയ്ത് കഴിഞ്ഞ ശേഷം പറഞ്ഞിട്ടേ അർത്ഥമുള്ളൂ. സോ മൂവീസ് ഉണ്ട്. ഞാൻ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഉള്ള പഴയ ഡയറക്ടേഴ്സിൻ്റെ കൂടെ എല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും പുതിയ ഇപ്പോൾ ധ്യാൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുതിയ ഡയറക്ടേഴ്സിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു ചേഞ്ച്, ഡിഫറൻസ് എന്തെങ്കിലുമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടോ? ഓഫ് കോഴ്സ് സിനിമയുടെ മേക്കിംഗ് തന്നെ മാറിയിട്ടുണ്ടല്ലോ, പണ്ടത്തെ പോലെയല്ലല്ലോ ഇപ്പം ഉണ്ട്. ഇപ്പം നമ്മൾ പറയുന്നത് നമ്മളൊരു ന്യൂജൻ എന്ന് പറയുന്നത് ആക്ച്വലി എനിക്കൊന്നും അധികം അത് മനസ്സിലാവില്ല. കാരണം ഒരു ഗ്രാജുവലായിട്ട് ചേഞ്ച് വന്നതുകൊണ്ട് എവറി ഇയേഴ്സ് നമ്മൾക്കിപ്പം എന്താ പറയുക, അതെ, അതൊക്കെ ഒരു ഗ്രാജുവലായിട്ട് വന്ന് ചിലപ്പോൾ പെട്ടെന്ന് ഇപ്പം ഞാൻ പറഞ്ഞു, ഇപ്പോൾ 5-6 വർഷത്തിന് ശേഷം ഞാൻ പെട്ടെന്നൊരു സാധനം കാണുമ്പോൾ നമുക്ക് ആ ചേഞ്ച് മനസ്സിലാവും. ഫോർ മീ ഇറ്റ് വാസ് എ ഗ്രാജുവൽ ചേഞ്ച്. കാരണം അന്ന് മുതൽ ഇങ്ങനെ മറ്റേ പഴയ ഡയറക്ടേഴ്സിനെ കൂടെ വർക്ക് ചെയ്തു, മെല്ലെ സ്വിച്ച് ചെയ്തിട്ടല്ല, അതിൻ്റെ ഇടയിലേക്കാണ് ന്യൂജൻ വരുന്നത്. അവരുടെ മൂവീസ് ചെയ്തു. ഇന്നും അത് ഇങ്ങനെ ഇൻ്റർവോവൺ ആണ് ആക്ച്വലി, ന്യൂ ഡയറക്ടേഴ്സ് ആൻഡ് ഓൾഡ് ഡയറക്ടേഴ്സ്. അപ്പം ആ ചേഞ്ച് പക്ഷേ പെട്ടെന്ന് കുറേ കാലങ്ങൾക്ക് ശേഷം വരുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ മേക്കിങ്ങിൻ്റെ ഡിഫറൻസ്, ഇവരുടെ ആറ്റിറ്റ്യൂഡിൻ്റെ ഡിഫറൻസ്, അവരുടെ എന്താണ് ഒരു സീൻസ് എടുക്കുന്ന ടൈമിങ്ങിൻ്റെ ഡിഫറൻസ്, ഹൗ ദേ മാനേജ്. ചില സമയത്തൊക്കെ നമുക്ക് തോന്നും, ഓ മൈ ഗോഡ്, ഇത് എന്തൊരു ഇറിറ്റേറ്റിംഗ്. കാരണം വി ആർ യൂസ് ടു ദ ഓൾഡ് സ്കൂൾ ഓഫ് ഫിലിം മേക്കിംഗ്. അപ്പോൾ എന്തൊരു ഇറിറ്റേറ്റിംഗ് ഒക്കെ തോന്നും. പക്ഷേ അതിൻ്റെ ഔട്ട്പുട്ട് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ആ ഫൈനൽ റിസൾട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് അവരത് അങ്ങനെ ചെയ്തത്, അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നമ്മൾ മൂവി കാണുമ്പോൾ അല്ലെങ്കിൽ ഡബിങ്ങിനൊക്കെ പോകുമ്പോഴാണ് കാണുന്നത്. സോ ദാറ്റ്സ് ഗുഡ്. എൻഡ് റിസൾട്ട് ഇസ് ഇറ്റ് ഷുഡ് ബി എൻജോയബിൾ ടു ദ വ്യൂവേഴ്സ്. അപ്പോൾ ഹൂവർ ഈസ് വാച്ചിങ്, ഐ മീൻ ഹൂവർ ഈസ് മേക്കിംഗ് ദ മൂവി, ഇത്രയേ ഉള്ളൂ. വാട്ട് ഈസ് എ മൂവി ഫോർ? ഇറ്റ് ഇസ് ഫോർ ദ പീപ്പിൾ ദ വ്യൂവേഴ്സ്, ദ ഓഡിയൻസ് ടു ലൈക്ക്, അല്ലേ? അവരാണ് എൻജോയ് ചെയ്യേണ്ടത്. അവർക്ക് ഇഷ്ടപ്പെടുന്ന എന്ത് മൂവിയും ഐ തിങ്ക് ദാറ്റ്സ് വാട്ട് വി വോണ്ട്. അതേ ഉള്ളൂ. അത് വെദർ ഇറ്റ്സ് പഴയ ഡയറക്ടറാണോ, പുതിയ ഡയറക്ടറാണോ, ന്യൂജൻ ടൈപ്പാണോ, ഓൾഡ് ടൈപ്പാണോ, ഫാമിലി സ്റ്റോറീസ് ആണോ, മാസ് പടമാണോ ഒന്നും നോക്കണ്ട. നമുക്ക് നോക്കേണ്ടത് വാട്ട് ഡു പീപ്പിൾ ലൈക്ക്. അവൾക്കൊപ്പം ചോദിക്കാവോ ചേച്ചി? വേണ്ട. I mean, I am with the judiciary. You can ask me, I will tell that. ഓക്കെ, നമ്മുടെ ഒരു it's a very ഞാൻ ഒന്ന് ചോദിക്കാം. ചേച്ചി, ഇപ്പോൾ അവൾക്കൊപ്പം എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മൾ ഒരുപാട് സമരങ്ങളും കാര്യങ്ങളും എല്ലാം കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് ചേച്ചിയുടെ എല്ലാവരും അവൾക്കൊപ്പം തന്നെയാണ്. വി ആർ ഓൾ വിത്ത് ഹർ. അവൾക്ക് കിട്ടേണ്ട, അവളുടെ ആ കുട്ടിയോട് ചെയ്തിരിക്കുന്നതിന് പണിഷ്മെൻറ്റ് തീർച്ചയായിട്ടും കിട്ടണം. അത് ചെയ്തവർക്ക് കിട്ടണം, ചെയ്തവർക്കാണ് കിട്ടേണ്ടത്. അത് ചെയ്തവർ ആരാണ് എന്ന് തീരുമാനിക്കാനാണ് നമ്മളിവിടെ ഒരു ജുഡീഷ്യൽ സിസ്റ്റം ഉള്ളത്. വി ഹാവ് എ ഗവൺമെൻറ് ഹൂ ഹാസ് അങ്ങനെ ഒരു സിസ്റ്റം ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഇതാണ്. ഐ ഷുഡ് നെവർ ഡൗട്ട് ഇറ്റ്. അങ്ങനെ ഞാൻ അവരെ ഡൗട്ട് ചെയ്യുന്നത്, ഞാൻ എൻ്റെ ഇന്ത്യൻ പൗരത്വത്തെ വരെ ഞാൻ ഡൗട്ട് ചെയ്യുന്നത്. ബിക്കോസ് ഐ ആം എൻ ഇന്ത്യൻ. ദിസ് ഈസ് എ പാർട്ട് ഓഫ് ഇന്ത്യ. ഐ മീൻ ഐ ട്രസ്റ്റ്, ഐ ബിലീവ് ആൻഡ് ഐ റെസ്പെക്ട് എവറിത്തിങ് ദാറ്റ് എവറിത്തിങ് ഫ്രം മൈ കൺട്രി. എൻ്റെ കൺട്രീൻ്റെ എല്ലാ കാര്യങ്ങളും ഐ ഷുഡ് റെസ്പെക്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഐ ബിലീവ് ദാറ്റ് ദ ജുഡീഷ്യറി ഹാസ് റിയലി ഗോൺ ത്രൂ ഈച്ച് ആൻഡ് എവറിത്തിങ്. ആൻഡ് അവർക്ക് കിട്ടിയൊരു ഉത്തരമാണ് അവർ വിധിയായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ വിധിയോടൊപ്പം തന്നെയാണ് ഞാൻ. പക്ഷേ ഐ എം ഓൾസോ വിത്ത് ദ ഗേൾ. ഐ മീൻ, ആൻഡ് പീപ്പിൾ ഹാവ് ബീൻ കൺവിക്റ്റഡ്. അവരെ ശിക്ഷിച്ചിട്ടുണ്ട്. ആ ശിക്ഷ കറക്റ്റ് തന്നെയാണ്. ചെയ്ത ആൾക്കാർക്ക് ശിക്ഷ കിട്ടി. ഇതിലപ്പുറത്തേക്ക് എന്താണ് എന്നും ഐ എം നോട്ട്. ബട്ട് എനിക്ക് സംശയമോ എതിർപ്പോ ഒന്നുമില്ല. ഐ എം ഹാപ്പി വിത്ത് വാട്ട് എവർ ഹാസ് ഹാപ്പൻഡ്. ഐ ആം വിത്ത് ദ ഗേൾ and I am with my government. Thank you so much, Chechi. Thank you so much for your few words. Thank you.